ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്നു മുതൽ ഈ രാശിക്കാർക്ക് ഭാഗ്യകാലം വന്നെത്തുന്നു. നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാകും. ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വീടും കാറുമെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഭാഗ്യ ദിനങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത്. ഹിന്ദുമതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിനമായാണ് വിനായക ചതുർത്ഥി നാം കണക്കാക്കപ്പെടുന്നത്. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഗണപതിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ വിഘ്നങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. ഈ വർഷത്തെ വിനായക ചതുർത്ഥിയിൽ നിരവധി ശുഭകരമായ യോഗങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇത് ചില രാശിക്കാർക്ക് വളരെയധികം ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കും. 4 രാശിക്കാർക്കാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത്. വിനായക ചതുർത്ഥിയിൽ രൂപപ്പെടുന്ന ശുഭയോഗം മൂലം ഈ രാശിക്കാരുടെ ജീവിതം തന്നെ മാറിമറിയും. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥി ഇന്ന് ഉച്ചയ്ക്ക് 2:50 ആരംഭിച്ച് മെയ് 12, അതായത് നാളെ 2:03 അവസാനിക്കും. ഇത്തവണത്തെ വിനായക ചതുർത്ഥിയിൽ നിരവധി ഐശ്വര്യ സംയോജനങ്ങൾ നടക്കും. സുകർമ്മയോഗം, ധൃതീയ യോഗം എന്നിവ രൂപപ്പെടുന്നുണ്ട്. ഈ യോഗങ്ങളെല്ലാം വളരെ ശുഭകരമായ യോഗങ്ങളാണ്. മെയ് 11 മുതൽ ഈ യോഗങ്ങളുടെ ഫലം ഈ രാശിക്കാർക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ഇനി അങ്ങോട്ട് വളരെ ഐശ്വര്യം നിറഞ്ഞ ദിനങ്ങളാണ് വന്നെത്തുന്നത്. വളരെ അനുകൂലമായ സമയമാണ് നിങ്ങൾക്കിത്. തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും ഈ രാശിക്കാർക്ക് തിളങ്ങുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് മാത്രം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കൾ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്. ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെയധികം ആത്മാർത്ഥമായും പൂർണ്ണ മനസ്സോടു കൂടിയും അലസതയോ മടുപ്പോ ഇല്ലാതെ ചെയ്യുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് വളരെയധികം സ്വാധീനമുള്ള ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കും. നിങ്ങളുടെ തീർപ്പാക്കാത്ത പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് അധികാരവും ഭരണവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ നേട്ടത്തിൽ വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങളോട് അസൂയയുള്ളവരോട് നിങ്ങൾ ഒരു കാരണവശാലും അടുക്കുവാൻ പാടില്ല. പങ്കാളിത്തത്തോടെയുള്ള ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം ഗുണകരമായിരിക്കും. ഈ ആഴ്ച നിക്ഷേപം നടത്തുമ്പോൾ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെയധികം അനുകൂലമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. ബിസിനസ് രംഗത്ത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് മൊത്തത്തിൽ പരിഹരിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് വലിയ ലാഭം തന്നെ ഈ സമയത്ത് ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ മുൻകാലങ്ങളിൽ ചെയ്ത ചില പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചേക്കും. ജോലിസ്ഥലത്തെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയിൽ വളരെയധികം സന്തോഷിക്കുകയും നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കുകയും ചെയ്യും. ഈ സമയത്ത് ജോലിസ്ഥലത്ത് ചില ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ ഏൽപ്പിക്കപ്പെടുന്നതാണ്. ആഴ്ച മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം വന്നുചേരും. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സന്തോഷകരമായ ചില നിമിഷങ്ങൾ ചെലവഴിക്കുവാനുള്ള അവസരങ്ങളും വന്നെത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഉന്നത പരീക്ഷകളിൽ വലിയ വിജയം കരസ്ഥമാക്കുവാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. കന്നി രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. അടുത്തത് ധനു രാശിക്കാരാണ്. നിങ്ങൾ പാതി വഴിയിൽ വെച്ചിരുന്ന പണികളെല്ലാം ഈ സമയത്ത് എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് ലാഭം വന്നു ചേരും.
നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി നേരിടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ അവസാനിക്കും. പ്രണയ ജീവിതം വളരെയധികം നല്ലതാവും. സാമ്പത്തികമായി നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നല്ല നിലയിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിക്കുവാനും സാധിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വ്യത്യസ്തമായ ഒരു ഊർജം ദൃശ്യമാകും. നിങ്ങളുടെ ജീവിതവുമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച നിങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഫലപ്രദമാകും. ഈ സമയത്ത് നിങ്ങൾക്ക് സ്വാധീനമുള്ള ചില ആളുകളെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ്. ഭാവിയിൽ അവരുടെ സഹായത്തോടെ നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കും. ജോലിക്കാരായ സ്ത്രീകൾക്ക് ചില വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ജോലി സ്ഥലത്തും കുടുംബത്തിലും ബഹുമാനം വളരെയധികം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. ബിസിനസ് രംഗത്തുള്ളവരാണെങ്കിൽ നല്ല നേരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിയുന്നതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വളരെയധികം അംഗീകാരം ലഭിക്കും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മീനരാശിക്കാരെ കാത്തിരിക്കുന്നത്. ബിസിനസ്സുകാർ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ പണത്തെ ചൊല്ലി പങ്കാളിയുമായി ചെറിയ വഴക്കുകൾ ഉണ്ടാകുവാനിടയുണ്ട്. ദേഷ്യത്തിൽ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കണം. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം തലവേദനയും ഉറക്കമില്ലായ്മയും വരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം മറന്ന് പോസിറ്റീവായി ചിന്തിക്കുക വഴി നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അകന്ന് ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും എല്ലാവർക്കും വന്നു ചേരട്ടെ.